ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂർ വടക്കാഞ്ചേരിയിലാണ് നമ്മളുള്ളത്. നമ്മുടെ പുറകിൽ കാണുന്നതാണ് ഉത്രാളിക്കാവ്. ഉത്രാളിക്കാവ് വെച്ച് ഒരുപാട് ഫിലിമിൻ്റെ ഷൂട്ടിങ്ങും വെഡ്ഡിങ് ഷൂട്ടിങ്ങും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഉത്രാളിക്കാവിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. നേരെ വീഡിയോയിലേക്ക് പോകാം. തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്കടുത്തുള്ള പ്രശസ്തമായ അമ്പലമാണ് ഉത്രാളിക്കാവ്. രുദ്രമഹാകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ മാറി അക്കമല താഴ്വരയിൽ പാടങ്ങൾക്ക് നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഉത്രാളിക്കാവിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ നിന്നിട്ടുള്ള വ്യൂസൊക്കെ നമ്മൾ കുറേ നേരം കണ്ട് കുറേ സെൽഫിയൊക്കെ എടുത്ത് അതിനുശേഷമാണ് ഇനി നമ്മൾ അമ്പലത്തിനടുത്തേക്ക് പോകാൻ പോകുന്നത്. ഉച്ച സമയം കൊണ്ട് അമ്പലം ലോക്ക് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നമുക്കിനി സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് എന്നിട്ട് അമ്പലത്തിൻ്റെ വ്യൂ ആൽച്ചോട്ടിൽ നിന്ന് നോക്കാം. ഉത്രാളിക്കാവിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് കാണേണ്ട ഒരു കാഴ്ചയാണ് ഒരു ട്രെയിൻ പോകുന്നത്. അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ ആ ട്രെയിൻ പോകുന്ന വ്യൂ ഒന്ന് കാണണം. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് പാടങ്ങൾക്കിടയിൽ കൂടി ട്രെയിൻ പോകുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ. കൊച്ചി രാജ്യത്തെ പ്രധാനിയായിരുന്ന പാലിയത്തച്ഛനെ പോലെ തലപ്പള്ളിയിലെ പ്രമുഖനായിരുന്നു കേളത്തച്ഛൻ. അക്കമല താഴ്വരയിൽ തൻ്റെ കൃഷിസ്ഥലം സന്ദർശിക്കാനെത്തിയ കേളത്തച്ഛൻ്റെ ഓലക്കുടയിൽ നിന്നും ഭൂമിയിൽ അവരൂടെയായ മൂകാംബിക ദേവിയുടെ അംശമാണ് രുദ്രമഹാകാളി എന്ന് ഒരു ഐതിഹ്യമുണ്ട്. നമ്മളങ്ങനെ കാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. കാവിൻ്റെ ഒരു വ്യൂ നമുക്ക് കാണാമേ. അപ്പം കാവടച്ചിട്ടേക്ക് കാണും. അപ്പോൾ അതിൻ്റെ പുറത്തു നിന്നുള്ളൊരു വ്യൂ നമുക്ക് കാണാം. പിൽക്കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട ആ പ്രതിഷ്ഠ നെൽപ്പാടത്ത് കൊയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ അരിവാൾ മൂർച്ച പൊട്ടുന്നതിനിടയിൽ ശിലയിൽ നിന്ന് രക്തമരികയുണ്ടായി. പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ശിലയിൽ ആദിപരാശക്തിയുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലായി. പിന്നീടാണ് യഥാവിധിയോടെ ക്ഷേത്രം നവീകരിച്ചത്. ഉത്രാളിക്കാവിലെ പൂരത്തിന് കൊടിയേറുന്നത് കുംഭമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച കഴിഞ്ഞ് വരുന്ന ചൊവ്വാഴ്ചയാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ് പൂരം. ഏങ്കാവ്, കുമാരനെല്ലൂർ, വടക്കാഞ്ചേരി എന്നീ 3 ദേശക്കാരാണ് ഇവിടുത്തെ പൂരം നടത്തുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഉത്രാളിക്കാവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് ഒരു വിഷ്വൽ എടുക്കാൻ പറ്റിയില്ല. ക്ഷേത്രം ലോക്ക് ചെയ്തേക്കുവാണ്. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം.